മതങ്ങൾ അറു പഴഞ്ചനല്ലേ, വിശേഷിച്ചും ഇസ്ലാം മതം. അതേ ശ്രീധര, വിശേഷിച്ച് ഇസ്ലാം മതം അറു പഴഞ്ചന. ഇല്ലായ്മയിൽ നെപ്പേർപ്പെട്ട ജീവജാലങ്ങളെയും രാപ്പകലുകളായി നമ്മയും കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂഗോളത്തെയും നമ്മുടെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രകോടികളെയും നമ്മുടെ സൂര്യനേക്കാൾ 2500 മടങ്ങ് വലിപ്പമുള്ള ബ്രഹ്മാണ്ഡ ഭീകരങ്ങളായ കോടാനുകോടി സൂര്യന്മാരെയും സൃഷ്ടിച്ചു അല്ലാഹു. ഭൂമിയേക്കാൾ വലിപ്പമുള്ള അനന്തകോടി ഗ്രഹങ്ങൾ, മനുഷ്യരെക്കാൾ ബുദ്ധിയും ശക്തിയും സൗന്ദര്യമുള്ള ജീവജാലങ്ങൾ, അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ എല്ലാ ലോകങ്ങളെയും മനുഷ്യന്റെ ഭാവനയ്ക്കും ബുദ്ധിക്കും എത്തും പിടിയും കിട്ടാത്ത അമ്പരപ്പിക്കുന്ന അത്ഭുത രഹസ്യമായി നിലകൊള്ളുന്ന സങ്കല്പങ്ങൾക്കതീതനായ രൂപരഹിതനായ പരമകാരുണീകനായ പ്രപഞ്ച ചൈതന്യമായ അല്ലാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇസ്ലാം മതം അറു പഴഞ്ചനാണെന്ന് ബഷീർ അല്ലേ കുറച്ചു മുമ്പ് സമ്മതിച്ചത്? എന്നിട്ടിപ്പോ ബഷീർ എങ്ങനെയാണ് മോഡേൺ അല്ലാത്ത ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നത്? നമുക്ക് ചുറ്റും ചൂടും വെളിച്ചവും നൽകിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ മോഡേൺ അല്ല, അനേക കോടി വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അതുപോലെ വായു, ജലം, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഈ ഭൂഗോളം എല്ലാം അറുപഴഞ്ചനാണ്. മനുഷ്യരാശിയെപ്പോലെ ഇസ്ലാം മതവും അറുപഴഞ്ചനാണ്. ബഷീർ, ദൈവമുണ്ടെന്നതിന് വല്ല തെളിവുമുണ്ടോ? വാദപ്രതിവാദത്തിന് പറ്റിയ വിഷയമല്ല, സ്വന്തമായി ആലോചിച്ച് തീരുമാനിക്കുക. നിങ്ങളെ ബോധ്യപ്പെടുത്താൻ തെളിവുകളൊന്നുമില്ല. എന്നാൽ എന്റെ ചുറ്റും 100 തെളിവുകൾ ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ ഈ പറമ്പിൽ നിൽക്കുന്ന വാഴയിൽ എന്തിന് പഴമുണ്ടാകുന്നു? മനുഷ്യർക്ക് തിന്നാൻ. മനുഷ്യർക്ക് മാത്രമല്ല, പക്ഷികൾ, മൃഗങ്ങൾ, ഈച്ച, ഉറുമ്പ്, കൃമികൾ എന്നിവയ്ക്കും തിന്നാനാണ്. ജീവികൾക്കായുള്ള ആഹാര സാധനങ്ങൾ ആരുണ്ടാക്കി വെച്ചു? വാഴപ്പഴം മാത്രമല്ലല്ലോ, അനേക ജാതി പഴങ്ങളുണ്ട്. കിഴങ്ങുകൾ, ധാന്യങ്ങൾ, ഇവകളെല്ലാം എന്തിനുണ്ടായി? പൊതുവിൽ ആലോചിച്ചാൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കാതെ മനുഷ്യർക്ക് ജീവിക്കാൻ വയ്യെന്നായി. ജീവിക്കാമല്ലോ. പക്ഷിമൃഗാദികളും കീടങ്ങളും ഇഴജന്തുക്കളും ജലജീവികളും അങ്ങനെ ജീവിക്കുന്നവരാവാം. ഏതായാലും അവർ ഒരു നിയമത്തിന്റെ കീഴിലാണ് ജീവിക്കുന്നത്. ഓരോ ജീവിയെയും നേരത്തെ കൂട്ടി പഠിപ്പിച്ചിട്ടുണ്ട്. പറക്കാനും കൂടുണ്ടാക്കാനും വഴി കണ്ടുപിടിക്കാനും പക്ഷികളെ തന്തപ്പക്ഷികളും തള്ളപ്പക്ഷികളും അല്ല പഠിപ്പിച്ചത്. വയറുവേദനയ്ക്ക് ചില പുല്ലുകളുടെ ഇല തിന്നാൻ മൃഗവർഗത്തെയും പക്ഷികളെയും ആര് പഠിപ്പിച്ചു? ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നിനെയും ജീവിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പല കാര്യത്തിലും പക്ഷികളും മൃഗങ്ങളും നമ്മുടെ ഗുരുക്കന്മാരാ. തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ യാതൊന്നുമില്ലാതെ മൃദുലമായ തൊലിയോടുകൂടിയ അശക്തനായ മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യന് ബുദ്ധി തന്നിട്ടുണ്ട്. ദൈവം രോഗങ്ങളെ എന്തിനു സൃഷ്ടിച്ചു? സൃഷ്ടിയുടെ രഹസ്യത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാ? എനിക്ക് പിടിപാടൊന്നുമില്ല. എല്ലാ രോഗങ്ങൾക്കുള്ള എല്ലാ മരുന്നുകളും ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. നാം അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ആയുർവേദം, യുനാനി, അലോപ്പതി, ഹോമിയോപ്പതി. കുറച്ച് വെള്ളം വേണം. കുടിക്കാനാണോ? നോമ്പുള്ളവർ പകല് വെള്ളം കുടിക്കാറില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ഒന്നിന് പോവാനാ. ഓ, വെള്ളം ആ കിണ്ടി കാണും. മൂത്രമൊഴിച്ചാൽ കഴുകണമെന്നത് ഈ ആധുനിക യുഗത്തിൽ ഒരു അന്ധവിശ്വാസമായി തോന്നുന്നില്ലേ? മലവിസർജനത്തിന് ശേഷം വെള്ളം കൊണ്ട് നല്ലവണ്ണം കഴുകി ശുദ്ധമാക്കണമെന്നുള്ളത് ഈ മോഡേൺ യുഗത്തിൽ അന്ധവിശ്വാസമായി വരികയാണ്. മലമൂത്രാദികൾ ഇസ്ലാം മതത്തിൽ നജസാണ്, അശുദ്ധം. 1000 കൊല്ലങ്ങളായിട്ട് മൂത്രത്തെ ഗൗരവമായ അശുദ്ധമായ സാധനമായി വിശ്വസിക്കാത്ത സ്ത്രീപുരുഷന്മാരുടെ ഒരു പരമ്പര തന്നെയുണ്ടല്ലോ. അവർ മൂത്രവും പേര് നടക്കുന്നു. നജസിൽ ജനിച്ചു, നജസിൽ ജനിപ്പിക്കുന്നു. കക്കൂസിൽ പോയാലും കഴുകാത്ത സ്ത്രീ പുരുഷന്മാർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, ഒരുപാട് കോടി. മലവിസർജനത്തിന് ശേഷം ടിഷ്യൂ പേപ്പർ കണ്ട് പുറകിൽ തുടയ്ക്കുന്ന പരിഷ്കൃത ജനവിഭാഗം. ഈ അശുദ്ധ ജനതയുടെ പരമ്പരയെപ്പറ്റി
യുക്തിവാദിയായ താങ്കളുടെ അഭിപ്രായം എന്താ? വെള്ളമില്ലെങ്കിൽ എന്തു ചെയ്യും? മണലാരണ്യത്തിലാണെങ്കിൽ മണ്ണുണ്ട്, അതുപോട്ടെ. മലവും മൂത്രവും പേറിക്കൊണ്ട് നജസ്സുകളായി ഭൂഗോളത്തിൽ ഒരു വലിയ വിഭാഗം ജീവിക്കുന്നുണ്ട്. അത് നല്ലതല്ലെന്ന് എന്തുകൊണ്ട് അവർക്ക് തോന്നുന്നില്ല? ശുദ്ധിയുള്ളവരും ഇല്ലാത്തവരും ഒരു കാര്യത്തിൽ സമന്മാരാ. എന്തിനാണ്? വീടും പരിസരവും വൃത്തികേടാക്കുന്നതിൽ. മനുഷ്യരിപ്പോൾ ഭൂഗോളം മുഴുവനും വൃത്തികേടാക്കി വായുവും കഴിഞ്ഞ് ബഹിരാകാശത്തെയും ചന്ദ്രമണ്ഡലത്തെയും കൂടി വൃത്തികേടാക്കി കഴിഞ്ഞു.